അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേസ് കൊടുത്തതിനനുസരിച്ച് റിസ്വാന വക്കീലിനെ തിരയുകയാണ് പോലീസ്. ലൊക്കേഷൻ അനുസരിച്ച് നോക്കിയപ്പോൾ എന്നാൽ ആ ഭാഗത്ത് അവളില്ലായിരുന്നു. അവിടെ ഒരൊഴിഞ്ഞ കെട്ടിടമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്കാണ് അവളെ ആദ്യം കൊണ്ടുപോയത്. പക്ഷെ പോലീസ് നിരീക്ഷിച്ചപ്പോൾ അവിടെ നിന്നും അവളുടെ ഫോൺ കണ്ടെടുത്തു. അതും ശരിക്കൊരു ഐഡിയപരമായ മാറ്റമായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് തിരഞ്ഞ് പോലീസ് പിടിക്കും എന്നതുകൊണ്ട് തന്നെ അവിടെ ഫോൺ ഉപേക്ഷിക്കുകയായിരുന്നു. അതും സ്വിച്ച് ഓഫ് ചെയ്തിട്ട്. അവിടെ വെച്ച് ജസീർ തന്നെയാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് തോന്നുന്നു. പോലീസുകാർ തിരച്ചിൽ ആരംഭിക്കുന്നു. ഇവിടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള തിരച്ചിലാണെങ്കിൽ ഇവിടെ മാത്രം. പക്ഷേ വക്കീലുമായി എങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. ഇവിടെയല്ല ശരിക്കും. എന്നാൽ പോലീസ് ആ ഒരു ഫോൺ കണ്ടെടുത്ത് നേരെ ഫോറൻസിക് വിദഗ്ധർക്ക് അയക്കുന്നു. ആരാണിത് അവസാനമായി ഉപയോഗിച്ചത് എന്നറിയുവാൻ വേണ്ടി. എന്തൊക്കെ തന്നെയാലും വിരലടയാളം പതിയുമല്ലോ. ഫിംഗർ പ്രിൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ അതിനൊന്നും വലിയ പണിയില്ല. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് വീട്ടിൽ ഹാദിയയെ ആക്കിയിട്ട് വീണ്ടും പോവുകയാണ് സ്റ്റേഷനിലേക്ക്. കാര്യങ്ങളെല്ലാം അവിടെ വിശദമായി പറയുന്നു. ഞങ്ങളുടെ വക്കീലിനെ കാണുന്നില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എവിടെയാണോ ആരോ എന്തോ ഒളിപ്പിച്ചതാണ്, അത് നന്നായിട്ടറിയാം. കേസ് വാദിക്കാൻ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഏതോ ക്രിമിനൽസിൻ്റെ ബുദ്ധിയാണ്, അത് നന്നായിട്ടറിയാം. അങ്ങനെ ആഷി വീണ്ടും പരാതി നൽകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ മൊബൈൽ ഫോൺ വീണ് കിട്ടിയ കാര്യം പോലീസുകാർ പറയുന്നു. എന്നാൽ ആഷി ആ സ്ഥലത്തേക്ക് കാറോടിച്ചുകൊണ്ട് പോകുന്നു. അവന് അവിടെയാകെ തിരഞ്ഞു. ഒരു നിമിഷം അവൻ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. ഇവിടുന്ന് ശരിക്കും മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ അടുത്തെവിടെ തന്നെയാണ്, വല്ലാതെയൊന്നും ദൂരെ പോയിട്ടില്ല. ആഷി ഉസ്താദ് ധൈര്യത്തോടു കൂടി തന്നെ അവളെ തേടി നടന്നു. ഞാനാണ് റിസ്വാന വക്കീലിനെ ഇറക്കിയത്. ഞാൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ റിസ്വാന വക്കീലിന് ഒന്നും പറ്റാൻ പാടില്ല. റബ്ബേ റഹ്മാനെ, നീ സഹായിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അപ്പോൾ തന്നെ ആഷി ഉസ്താദ് പള്ളിയിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, എവിടെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വക്കീലെന്ന് വെച്ചാൽ നീ ഒന്ന് കാണിച്ചു തരണം അല്ലാ. കാരണം ഞാനായിട്ടാണ് അവർ വീണ്ടും എന്തിനൊക്കെ പഠിക്കുകയൊക്കെയായിരുന്നു. അതിനിടയിൽ മാതാപിതാക്കളെല്ലാം വിദേശത്താണ്. ഒരിക്കൽ പോലും അവൾ ദീൻ വിട്ട് കളിക്കുന്ന കൂട്ടത്തിലല്ല. ദീൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവൾ കേരളത്തിലേക്ക് വന്നതും ഒക്കെ. അവൾ വക്കീലായതും ഇവിടെ ജോയിൻ ചെയ്തതും എല്ലാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവിടെയുള്ള വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും അതൊരു പക്ഷേ വലിയ പ്രശ്നമായി തീരും. അതിനു മുമ്പേ തന്നെ അവളെ കണ്ടുപിടിക്കണം. ശരിക്കും ആഷി ഉസ്താദിന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. കാരണം റബ്ബേ, സാധാരണയായി കാണുന്ന സ്ഥലത്തൊന്നും അവളില്ല. എന്നാൽ സങ്കടത്തോടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അല്ലാഹുവേ, എവിടെ തന്നെ ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലും നീ അതിൻ്റെ ഒരു തെളിവ് നീ കാണിച്ചുകൊണ്ട് അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആഷി ഉസ്താദ് വീണ്ടും അവിടെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിലും എല്ലാം നോക്കുന്നു. എന്നാൽ ആഷി ഉസ്താദ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ചൊല്ലുവാനുള്ളതെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു. യാ ബസീർ യാ അല്ലാ, യാ ബസീർ യാ അല്ലാ, റഹ്മാനും റഹീമുമായ രാജ സയ്യിദായ തമ്പുരാനെ, അല്ലാഹുവേ, എങ്ങനെയെങ്കിലും റിസ്വാന വക്കീലിനെ കണ്ടുപിടിക്കണം റഹ്മാനെ. അതിന് നീ എല്ലാം കാണുന്നുണ്ട് റഹ്മാനെ, നിനക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ആരൊക്കെ തന്നെ എത്ര പോലീസുകൾ അന്വേഷിച്ചാലും അവരൊക്കെ മനുഷ്യരാണ്, അവർക്ക് പരിമിതികളുണ്ട്. അല്ലാഹുവേ, നിൻ്റെ അപാരമായ ശക്തി കൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കണമല്ലോ, നിൻ്റെ അപാരമായ ശക്തി കൊണ്ട് അവളെ കാണിച്ചു തരണം അല്ലാഹുവേ. ഉസ്താദ് വിതുമ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ചകളുടെ ശബ്ദം കേൾക്കുന്നു. ഒരു ഗോഡൗണിൻ്റെ ഉള്ളിൽ നിന്ന് അവർ എന്തോ അവിടെ നിന്ന് ഭക്ഷിക്കുന്ന രീതിയിലും എല്ലാം കാണുന്നുണ്ട്. ഒരു നിമിഷം അവൻ്റെ ശ്രദ്ധ അവിടേക്ക്. ഈ പൂച്ചകളെന്താ അവിടെ ഇങ്ങനെ? അവരെന്തോ കടിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ.
ആളൊഴിഞ്ഞ ആ ഒരു ഗോഡൗണിലോ? ഏയ്, അതൊരിക്കലും. അതിപ്പോൾ എങ്ങനെ അവിടെ ഒന്നും ഒരിക്കലും. എങ്കിലും ഉസ്താദ് വെറുതെ ഒന്ന് അതിനുള്ളിൽ കയറി. എന്നാൽ അതാ കുറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ചകൾ എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളെ കടിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ആൾതാമസവും ഒന്നുമില്ലാത്ത ഈ ഒരു ഗോഡൗണിനുള്ളിൽ എങ്ങനെ? അത് എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളൊക്കെയാണല്ലോ. അതിപ്പോൾ എന്തായിരിക്കും? സംശയാസ്പദമായി അതാ നമ്മുടെ ആഷി ഉസ്താദ് അവിടേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ ഒരു ശക്തമായ ഒരു ഇരുമ്പുവാതിലാണ്. അത് പതുക്കെ അങ്ങ് ചാരി വെച്ചിട്ടുണ്ട്. അവനത് തള്ളി തുറക്കാൻ മനസ്സിനുള്ളിൽ അല്പം ഭയം തോന്നി. എങ്കിലും പടച്ചറബിനെ വിചാരിച്ചുകൊണ്ട് അവൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അത് പതുക്കെ അങ്ങ് തള്ളി തുറന്നു. ഒരു നിമിഷം അവിടെ മാകെ ഒരു നിശബ്ദത. ഇല്ല, കൂരിരുട്ട്, വെളിച്ചം, ഒരു അരണ്ട വെളിച്ചം മാത്രം. എങ്കിലും പൂച്ചകൾ ഭക്ഷണം കൊണ്ടുവന്നത് അതെവിടെ നിന്നായിരിക്കും? അത് പൂച്ചകൾ മണം പിടിച്ച് കൊണ്ടുവന്നതാണ്. എന്നാൽ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ടേബിള്. അതിൽ അതാ അപ്പുറത്ത് ഓരോ ഡ്രിങ്ക്സിൻ്റെ കുപ്പികളും എന്തൊക്കെയോ കാണുന്നു. അതിൽ ചിക്കൻ്റെ എല്ലുകൾ കഴിച്ച ബാക്കി, അങ്ങനെ പലതും. ഇത് പഴയതല്ല, ഇത് ഇന്നോ ഇന്നലെയോ ഇവിടെ വെച്ച് കഴിച്ചതാണ്. കാരണം ഭക്ഷണം പഴകിയിട്ടില്ല, ഫ്രഷാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഇവിടെ എന്തൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഇട്ട് പോയതുമാണ്. അതുകൊണ്ട് തന്നെ ആഷി ഉസ്താദിന് ശരിക്കും എന്തൊക്കെയൊരു പന്തികേട് തോന്നി. എന്നാൽ ആ ഒരു വിശാലമായ ഗോഡൗണിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ മനുഷ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. മനുഷ്യൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി, മദ്യപിച്ചതിൻ്റെ ബാക്കി വരെ ഇവിടെ കാണുന്നുണ്ട്. ഒരു നിമിഷം ആഷി ഉസ്താദ് അത് സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെ അത് നോക്കുകയാണ്. അല്ലാഹുവേ, റബ്ബേ, പഠിച്ചോനെ. എന്നാൽ അതാ അപ്പുറത്തായിട്ട് 1-2 റൂമുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടേക്ക് ഗോഡൗണിൽ എന്തൊക്കെയോ പഴയ വണ്ടിയുടെ പാർട്സോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെ അതാ പെട്ടെന്നാണ് ആഷി ഉസ്താദ് അതുവഴി നടന്നപ്പോൾ ഒരു റൂം പൂട്ടിയിട്ട നിലയിൽ കാണുന്നത്. അതെ, അത് പൂട്ടിയിട്ടുണ്ട്. ആഷി ഉസ്താദ് പതുക്കെ മുട്ടി നോക്കി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിരങ്ങലോ മൂളലോ എന്തൊക്കെയോ ഒരു ശബ്ദം കേട്ടതായിട്ട് ആഷി ഉസ്താദിന് തോന്നി. ഒരു നിമിഷം ആഷി ഉസ്താദ് അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണമെന്ന് തോന്നി. ഒരുപക്ഷെ അതെനിക്കൊരിക്കലും ആ വലിയൊരു പൂട്ട് തകർക്കാൻ കഴിയില്ല. അത്രക്കും വലിയൊരു പൂട്ട് കൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ. റിസ്വാന, മോളെ, റിസ്വാന, ഇത് ആഷി ഉസ്താദാണ് മോളെ. എന്നാൽ ഒരു വല്ലാത്തൊരു അപശബ്ദമാണ് കേട്ടത്. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, എന്തൊക്കെയോ ഒരു നിരങ്ങലും മൂളലും മാത്രം. അത് ഒരു നിമിഷം അവന് ഉറപ്പായി. ആ നിമിഷം തന്നെ അതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ, പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പരാതി എഴുതി തന്നിരുന്ന ആഷിഖാണ്. ആ, പിന്നെ ഞാൻ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ നിന്ന് മൊബൈൽ ഫോൺ കണ്ടുകിട്ടിയെന്നൊക്കെ. അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേ അവിടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഗോഡൗണ്, ആ ഒരു ഗോഡൗണിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പെണ്ണിൻ്റെ ശബ്ദം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ദയവായി ഒന്ന് വരണം, ഞാൻ ലൊക്കേഷൻ വിടാം. ആ ഓക്കെ. എന്നാൽ അതാ വക്കീലിനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസുകാരൊക്കെ. പക്ഷേ അവരുടെ എല്ലാം ഫലം അതിവിഫലമായിരുന്നു. അവർ അത് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ആളെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു. പക്ഷെ ഒന്നും ആയിട്ടില്ലായിരുന്നു. അതിനിടയിലാണ് ആഷി ഉസ്താദിൻ്റെ ആ ഒരു ഫോൺ കോള് അങ്ങോട്ട് ചെന്നത്. അവർ പെട്ടെന്ന് തന്നെ അതാ പോലീസ് വാഹനത്തിൽ ഓടിയെത്തുന്നു ലൊക്കേഷൻ അനുസരിച്ച്. സർ, ദാ ഇവിടെ. ശരിക്കും പോലീസിന് വരെ കിട്ടാത്ത ബുദ്ധി. അവർ ചോദിച്ചു, എങ്ങനെ ഇത് നിങ്ങൾ? അത് ഞാൻ പൂച്ചകളെ കണ്ടു. പൂച്ചകൾ അവിടെ നിന്ന് എന്തോ ഭക്ഷണം കഴിക്കുന്നതായിട്ട് അവിടുന്ന് വരുന്നതായിട്ടും കണ്ടു. അത്രക്കും കുറച്ചൊക്കെ മനുഷ്യവാസമുള്ള സ്ഥലത്തല്ലേ പൂച്ചകൾക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവുള്ളൂ. എന്തോ കടിച്ചു കൊണ്ടുവരുന്നത് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, വാതിലും തള്ളി നോക്കിയത്. അതാ അവിടെ ആ റൂമിൽ ജസ്റ്റ് വലിയൊരു പൂട്ട് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്, ഇരുമ്പ് വാതിൽ കൊണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അതാ ആ പൂട്ട് പൊട്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്രക്കും വലിയ രീതിയിലുള്ളതാണ് ഇത്.
അപ്പോൾ തന്നെ അവർ അതിനുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു കൊണ്ടുവന്ന് ആ ഒരു ശക്തമായ പൂട്ട് അത് ഓപ്പൺ ചെയ്തു. ശക്തമായ ശബ്ദത്തോടു കൂടെ ആ വാതിൽ അവർ തള്ളി തുറന്നു. എന്നാൽ അതിനുള്ളിൽ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ചെയറിൽ കെട്ടിയിട്ട രീതിയിൽ, വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച രീതിയിൽ കൈകളും കാലുകളും കൂട്ടി കെട്ടിയ ആ ഒരു പെൺകുട്ടി അവിടെ നിസ്സഹായയായി തളർന്ന് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ അതെല്ലാം കെട്ടഴിക്കുന്നു. ആഷി ഉസ്താദ് ഓടി വന്ന് അവളുടെ വായിലുള്ള ആ സ്റ്റിക്കർ ആദ്യം തന്നെ പറിച്ചെടുത്തു. അവൾ വിങ്ങി പൊട്ടിപ്പോയി. ഉസ്താദേ, ഏയ് കരയണ്ട മോൾ, കരയണ്ട. എന്നാൽ ഇവളൊരു വക്കീലാണ് എന്നറിഞ്ഞ പോലീസുമാർ ശരിക്കും ഒന്നും ഞെട്ടി. അത് ക്ഷമിക്കണം, ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേസ് FIR ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ എത്തിയെടുത്തവരെ ഞങ്ങൾ ചെക്ക് ചെയ്തു. പക്ഷേ അതിനിടക്ക് ഈ ഒരു വക്കീലാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ആഷിഖ് എന്ന പേരുള്ള ഇദ്ദേഹമാണ് നിങ്ങളെ രക്ഷിക്കുവാനുള്ള വഴി കണ്ടെത്തിയത്. എന്തോ പൂച്ച ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ടെന്നോ അത് നോക്കിയിട്ട് ആണ് ഇങ്ങോട്ടെത്തിയത്. ശരിക്കും അവളാകെ തളർന്നു പോയിരുന്നു. എന്നാൽ അവളുടെ തൊട്ടടുത്തായിട്ട് ഭക്ഷണവും എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അത് തൊട്ട് നോക്കിയിട്ടില്ല. എങ്ങനെ അല്ലെങ്കിലും അത് കഴിക്കാൻ അവനിനി എന്തെങ്കിലുമൊക്കെ ചെയ്തോ ആർക്കറിയാം. ശരിക്കും സുരക്ഷിതമായ രീതിയിൽ അവളെ നേരെ ആദ്യം ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വളരെയധികം തളർന്ന രീതിയിലായിരുന്നു റിസ്വാന വക്കീൽ. ശരിക്കും അവൾക്ക് എന്തെന്നില്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ട പോലെ. പഠിച്ചോനെ, ആഷി ഉസ്താദിന് അത് വല്ലാത്തൊരു സങ്കടമായി. റബ്ബേ, ഞാനാണ് ഈ കാര്യം ഏൽപ്പിച്ചത്. പക്ഷെ ഇത്രയ്ക്കും വലിയൊരു ക്രിമിനൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇതിൻ്റെ പിന്നിൽ. പഠിച്ചോനെ, ഒന്നും ഉണ്ടാവരുതേ അല്ലാ. സഫീറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാര്യങ്ങൾ അറിയിക്കണം. സഫീർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ അവനെ ചതിച്ചതാണെന്ന്. ഒരിക്കലുമല്ല. അതേ വക്കീൽ വരാത്തതിനെ തുടർന്നാണ് സംഭവം അങ്ങനെ ആയി തീർന്നത്. അതുമാത്രമല്ല, തെളിവും ഞാൻ കൊണ്ടുവന്നിരുന്നു. അത്രക്കും സമയം ഹാദിയെ ഞാൻ അവിടെ നിർത്തിയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. നേരെ അവളെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. 1-2 ദിവസം വളരെയധികം ക്ഷീണവും വെള്ളവും ഒന്നും കുടിക്കാതെ ക്ഷീണിച്ച് അവശയായ രീതിയിലായിരുന്നു റിസ്വാന വക്കീൽ. അവൾക്ക് ഗ്ലൂക്കോസ് എല്ലാം കയറ്റി തുടങ്ങി. കണ്ണുകൾ പതുക്കെ അവളുടെ. മോളെ റിസ്വാന, ആഷി ഉസ്താദാണ് മോളെ, കണ്ണു തുറക്ക്. ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പതുക്കെ അവളുടെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. ഒരു നിമിഷം അവളുടെ ഞരമ്പുകളിലേക്ക് ഗ്ലൂക്കോസ് എത്തി തുടങ്ങിയപ്പോൾ അവളുടെ ക്ഷീണം പതുക്കെ അങ്ങ് വിട്ടുമാറാൻ തുടങ്ങി. റിസ്വാന മോളെ എന്ത് സംഭവിച്ചത്? ആഷി ഉസ്താദേ, എന്നെ 2-3 ആളുകൾ ചേർന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ. സാരില്ല, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. സഫീർ എവിടെ? സഫീർ, കേസ് കഴിഞ്ഞോ? എന്തായി കേസ്? സഫീർ എവിടെ? എനിക്ക് സഫീറിനൊന്ന് കാണണം. എനിക്ക് മാപ്പ് പറയണം. അത് റിസ്വാന മോളെ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അത് സഫീറിനെ നമുക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല. സഫീർ എവിടെ? എനിക്ക്. അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന പോലെ. അല്ലാ റബ്ബേ, ഒന്നും ഉണ്ടാവരുത് റഹ്മാനെ, പഠിച്ചോനെ. എന്നാൽ ആ നിമിഷം തന്നെ ഹാദിയക്ക് ആഷി ഉസ്താദ് വിളിക്കുന്നു. ഹാദിയ, ഉസ്താദേ എന്തായി? അതെ, റിസ്വാന വക്കീലിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വല്ലാത്തൊരു ക്രിമിനൽ തന്നെയാണ്. 2-3 ആളുകൾ ചേർന്നാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. ഇപ്പോഴും പാദ്യം മയക്കത് തന്നെയാണ്. എനിക്കൊന്ന് കാണാൻ പറ്റും. എങ്ങനെ മോളെ? ഞാൻ വന്നിട്ട് ഇതിനെ വീൽചെയറിൽ കൊണ്ടുവരാനേ പറ്റുള്ളൂ. തൽക്കാലം മോൾ അവിടെ നിൽക്ക് കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാ നമ്മുടെ വക്കീൽ ശക്തമായി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, വക്കീലിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി മാത്രം പോരാടുന്ന നമ്മുടെ വക്കീൽ, അതൊരിക്കലും അവൾ കളവ് പറയില്ല. അവളൊരിക്കലും സത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. 1-2 പോലീസും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെ ആയി വരുന്നുണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ വക്കീൽ
ശക്തമായി തിരിച്ചു വരുന്നു. എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്ന കുട്ടിയാണ്, കളവ് പറയാത്ത കുട്ടിയാണ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിൽ അധികം ബുദ്ധിമുട്ടാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ അപ്പോഴേക്കും അതാ മൊബൈൽ ഫോൺ കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ അത് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. ഫോറൻസിക്സ് വിദഗ്ധരുടെ പരിശോധനയിൽ തെളിഞ്ഞത് 2 ആളുടെ ഫിംഗർ പ്രിൻ്റ് അവസാനമായി അതിൽ പതിഞ്ഞതാണ് അതിൽ കാണിക്കുന്നത്. എന്നാൽ ശരിക്കും പോലീസ് ഞെട്ടിപ്പോയി. അതിൽ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും കാണുന്നത് കോടതിയിലെ മെയിനായിട്ട് കേസ് വാദിക്കുന്ന വക്കീലിൻ്റേതാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം അത് തെളിഞ്ഞു വന്നിരിക്കുന്നു. എന്നാൽ മറ്റൊരു പ്രിൻ്റ് നോക്കിയപ്പോൾ അത് മറ്റാരുടെയുമല്ല, പുളിക്കൽ തറവാട്ടിലെ പുളിക്കൽ ജസീറിൻ്റേതായിരുന്നു. അത് ശരിക്കും അവരുടെ 2 പേരുടെയും പേരിൽ അതാ കേസ് FIR ചെയ്യുകയാണ് അവർ. എന്തൊക്കെ തന്നെയാലും ഈ ഒരു കുട്ടിയെ ഇവിടെ എത്തിക്കാൻ ഈ 2 ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ 2 പേരെയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ അതാ എത്രയും പെട്ടെന്ന് ജസീർ വലയിലാകുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എന്നാൽ ഈ സമയം ജസീർ, ഓ വക്കീലേ, നിങ്ങളെവിടെ പോവല്ലേ? ഞാൻ ഒന്ന് പോയിട്ട് വരാം, ഇന്ന് ശരിക്കൊന്ന് പെരുമാറണം. കുട്ടി അവൾക്ക് കുറച്ച് നല്ല ഡോസുള്ള ഫുഡും കൊടുത്തിട്ടേ അങ്ങനെ വക്കീലേ, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, റിസ്വാന വക്കീലെ കാണാൻ സുന്ദരിയാണ് കേട്ടോ. എന്താ ജസീറെ, കെട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? ആ, വേണമെങ്കിൽ ഒരു കൈ നോക്കാലോ. എന്തൊക്കെ തന്നെയല്ലേ, നമുക്കെതിരെ വാദിക്കാൻ ഇറങ്ങിയതല്ലേ, ഒന്ന് പോയി നോക്കാം. എന്നാൽ ഈ സമയം അതാ അവർ 2 പേരും നേരെ ഗോഡൗൺ ലക്ഷ്യമാക്കി പോകുന്നു. പെട്ടെന്ന് അത് ജസീറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഇതിപ്പോൾ ഏത് നമ്പർ? ഹലോ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ആരായിരിക്കും ജസീറിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.